ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. ആദ്യത്തെ ചോദ്യം, കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിനെന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ആരെ പറ്റി പറയുന്നു? ഉത്തരം, യോഹന്നാൻ തന്നെ പറ്റി തന്നെ പറയുന്നു. അടുത്ത ചോദ്യം, യെശയ്യായുടെ പുസ്തകത്തിൽ എത്രാം അധ്യായം എത്രാം വാക്യത്തിലാണ് യോഹന്നാൻ 1:23 ഇത് പറയുന്നത്? ഉത്തരം, യെശയ്യാ 40:3. അടുത്ത ചോദ്യം, യോഹന്നാൻ 1:24 പ്രകാരം പൂരിപ്പിക്കുക. ഡാഷ് ആണ് അവരെ അയച്ചത്? ഉത്തരം, ഫരിസേയരാണ് അവരെ അയച്ചത്. അടുത്ത ചോദ്യം, യോഹന്നാൻ 1-ാം അധ്യായം 25 ഫരിസേയർ അയച്ചവർ യോഹന്നാനോട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഉത്തരം, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? അടുത്ത ചോദ്യം, ഡാഷ് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഉത്തരം, യോഹന്നാൻ. അടുത്ത ചോദ്യം, അധ്യായം വാക്യം പറയുക. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഉത്തരം, യോഹന്നാൻ 1-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത ചോദ്യം, യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെയുള്ള സ്ഥലം ഏത്? ഉത്തരം, ബഥാനിയ. അടുത്ത ചോദ്യം, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അധ്യായം വാക്യം പറയുക. ഉത്തരം, യോഹന്നാൻ 1:29. അടുത്ത ചോദ്യം, പാപം നീക്കുന്ന എന്നതിന് പകരം എങ്ങനെയും വിവർത്തനം ചെയ്യാം? ഉത്തരം, പാപം വഹിക്കുന്ന. അടുത്ത ചോദ്യം, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. ഈ വാക്യങ്ങൾ എത്ര തവണ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നു? ഏവ? ഉത്തരം, 2 തവണ. 1-ാം അധ്യായം 15-ലും 1-ാം അധ്യായം 30-ലും. അടുത്ത ചോദ്യം, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആരാണ് ഞാൻ? ഉത്തരം, യോഹന്നാൻ. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആര് സാക്ഷ്യപ്പെടുത്തി? ഉത്തരം, യോഹന്നാൻ. അടുത്ത ചോദ്യം, ആരാണ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ഉത്തരം, ആത്മാവ്. അടുത്ത ചോദ്യം, ആത്മാവ് എന്തിനെ പോലെ എവിടെ നിന്ന് വന്നു? ഉത്തരം, പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് വന്നു. അടുത്ത ചോദ്യം, ആരാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ? ഉത്തരം, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ്. അടുത്ത ചോദ്യം, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഡാഷ് എന്നോട് പറഞ്ഞിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ. അടുത്ത ചോദ്യം, ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആരാണ് ഞാൻ? ആരാണ് ഇവൻ? ഉത്തരം, ഞാൻ യോഹന്നാൻ, ഇവൻ യേശു. അടുത്ത ചോദ്യം, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ എന്ത് കണ്ടു? ഉത്തരം, യേശു നടന്നു വരുന്നത് കണ്ടു. അടുത്ത ചോദ്യം, യേശു നടന്നു വരുന്നത് കണ്ട യോഹന്നാൻ എന്തു പറഞ്ഞു? ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത ചോദ്യം,
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറഞ്ഞത് കേട്ട ശിഷ്യന്മാരും എന്തു ചെയ്തു? ഉത്തരം: അവർ യേശുവിനെ അനുഗമിച്ചു. അടുത്ത ചോദ്യം: യേശു തിരിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാരോട് എന്തു ചോദിച്ചു? ഉത്തരം: നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അടുത്തത്: യോഹന്നാന്റെ ശിഷ്യന്മാർ എന്തു ചെയ്യുന്നത് കണ്ടിട്ടാണ് യേശു തിരിഞ്ഞ് അവരോട് ചോദ്യം ചോദിച്ചത്? ഉത്തരം: അവർ യേശുവിന്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട്. റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം: ഗുരു. റബ്ബി, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്ത്? അവൻ പറഞ്ഞു: വന്ന് കാണുക. അടുത്ത ചോദ്യം: വന്നു കാണുക എന്ന് യേശു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഉത്തരം: അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം: യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ച സമയം എപ്പോഴാണെന്നാണ് യോഹന്നാൻ 1:39 കാണുന്നത്? ഉത്തരം: ഏകദേശം 10-ാം മണിക്കൂർ. അടുത്ത ചോദ്യം: യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം: ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അടുത്ത ചോദ്യം: ആദ്യമേ തന്നെ അന്ത്രയോസ് എന്തു ചെയ്തതായാണ് യോഹന്നാൻ 1:41 കാണുന്നത്? ഉത്തരം: തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞ് അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അടുത്ത ചോദ്യം: ശിമയോനെ നോക്കി യേശു എന്തു പറഞ്ഞതായാണ് യോഹന്നാൻ 1:42 പറയുന്നത്? ഉത്തരം: നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അടുത്ത ചോദ്യം: പിറ്റേ ദിവസം അവൻ എവിടേക്ക് പോകാനൊരുങ്ങി എന്നാണ് യോഹന്നാൻ 1:43 പറയുന്നത്? ഉത്തരം: ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. അടുത്ത ചോദ്യം: ഫിലിപ്പോസിനെ കണ്ട യേശു എന്താണ് അവനോട് പറഞ്ഞത്? ഉത്തരം: എന്നെ അനുഗമിക്കുക. അടുത്ത ചോദ്യം: പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഫിലിപ്പോസിന്റെയും പട്ടണം ഏത്? ഉത്തരം: ബത്സേദ. അടുത്ത ചോദ്യം: മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു. അടുത്ത ചോദ്യം: ഫിലിപ്പോസിനോട് നഥാനിയേൽ എന്തു ചോദിച്ചു? ഉത്തരം: നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? അടുത്ത ചോദ്യം: നസ്രത്തിൽ നിന്ന് നന്മ ഉണ്ടാകുമോ എന്ന നഥാനിയേലിന്റെ ചോദ്യത്തിന് ഫിലിപ്പോസിന്റെ മറുപടി എന്ത്? ഉത്തരം: വന്ന് കാണുക. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടുത്ത ചോദ്യം: നീ എന്നെ എങ്ങനെ അറിയുന്നു എന്ന നഥാനിയേലിന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അടുത്ത ചോദ്യം: റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: നഥാനിയേൽ യേശുവിനോട്. അടുത്തത്: അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു നഥാനിയേലിനോട്. അടുത്തത്: അധ്യായം വാക്യം പറയുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അധ്യായം വാക്യം യോഹന്നാൻ 1:51.